പിണറായി വിജയനെ എന്തിനാണ് കുരിശിൽ കയറ്റുന്നത് എന്ന ചോദ്യം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന് സമൻസ് കൊടുക്കേണ്ടേ? പ്രതിപക്ഷ നേതാവിന് നേരെയും ചോദ്യം ഉയർത്തണ്ടേ? വീണ എന്ന അദ്ദേഹത്തിന്റെ മകൾക്ക് ED സമൻസ് കൊടുത്തപ്പോ വലിയ ചർച്ചയാവുകയാണ്. അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത എന്നുള്ളതല്ലാതെ യാതൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. മുഖ്യധാരാ മാധ്യമങ്ങളിൽ, സമൂഹങ്ങളിൽ, സൈബർ ഇടങ്ങളിൽ മുഴുവനും വാർത്ത ഗതിമാറ്റം വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, AK ആന്റണിയുടെ മകൻ BJP-യിൽ ചേർന്നു. AK ആന്റണി എന്ന അതികായനായ കോൺഗ്രസ് നേതാവിനെ ഏതെങ്കിലും ഒരു തലത്തിൽ ഒരു സമയത്ത് ചോദ്യം ചെയ്യാൻ നമ്മൾ മുതിർന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സമയത്ത് AK ആന്റണിയുടെ ആദർശ ശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ടോ? മുരളീധരൻ എന്ന എന്നും നിലപാടുകളുടെ രാജകുമാരൻ എന്ന് 100% ഉറപ്പിച്ച് വിളിക്കാൻ സാധിക്കുന്ന കോൺഗ്രസിന്റെ മറ്റൊരു നേതാവാണ് അദ്ദേഹം. ഇപ്പോൾ ദേവസ്വം ആരോഗ്യ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന്റെ പെങ്ങൾ കരുണാകരൻ എന്ന കേരളം കണ്ട, ഇന്ത്യ കണ്ട ലീഡറുടെ മകൾ ഇന്ന് BJP പാളയത്തിലാണ്. അതിശക്തയായ വക്താവായി തുടരുകയാണ് BJP-യിൽ. ഏതെങ്കിലും ഒരു സമയത്ത് മുരളീധരൻ എന്ന നേതാവിനെ, കരുണാകരൻ എന്ന ലീഡറിന്റെ ആദർശ ശുദ്ധിയെ ഒക്കെ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. എത്ര നേതാക്കന്മാരാണ് BJP-യിലേക്ക് കോൺഗ്രസിൽ നിന്ന് കുത്തൊലിച്ചു പോയത്? എത്ര പേരാ? നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിന്റെ പേരിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ക്രൂശിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മകളായ വീണയെ ED സമൻസിലേക്ക് വിട്ടു എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിനെ അതിന്റെ പേരിൽ ആദർശ ശുദ്ധിയെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന സ്റ്റാൻഡ് എടുക്കുന്നതും, ഒരിടത്ത് ഒരു ന്യായം മറ്റൊരിടത്ത് മറ്റൊരു നീതി എന്നുള്ള രീതിയിലേക്ക് വരാൻ ഒരു കാരണവശാലും നമുക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് ഇത് രാഷ്ട്രീയമാണ്. അവരുടെ കമ്പനി, അവരുടേതായിട്ടുള്ള ഇടപാടുകൾ, അതിനുമായി വന്ന ക്രമക്കേടിന്റെ ആരോപണങ്ങൾ, ED-യുടെ റെയ്ഡ്, അതിനുശേഷം ED ഹാജരാവാനുള്ള സമൻസ് കൊടുത്തിരിക്കുന്നു. കൃത്യമായി എത്രയെല്ലാം സ്ഥലങ്ങളിൽ മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അവിടെ മുഴുവനും കൃത്യമായ നിലപാട് CPM ഈ വിഷയത്തിൽ പറയുന്നു എന്നുള്ളതാണ്. വീണ കൃത്യമായി ഹാജരാകട്ടെ, ഹാജരാകാതിരിക്കട്ടെ, അത് വീണയെ മാത്രം, അപ് ടു വീണ, അതിലൊരു സംശയവുമില്ല. CPM ഇതിനകത്ത് മറുപടി പോലും പറയില്ല എന്ന ആർജവ നിലപാട് എടുത്തിരിക്കുന്നു. ഒരു കാര്യം കൂടി അവസാനമായി പറയാം. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നിട്ട് പറയാണ്, CPM എന്ന് പറയുന്ന പാർട്ടിയോ LDF-ഓ ബിനീഷ് കോടിയേരിക്ക് യാതൊരു വിധത്തിലുള്ള പരിചരണവും കൊടുക്കില്ല, പ്രൊട്ടക്ഷനും കൊടുക്കില്ല. നീതിക്ക് മുമ്പിൽ നഗ്നനായി ബിനീഷ് കോടിയേരി നിൽക്കുമെന്ന് പറഞ്ഞ അതേ ആർജവ ബുദ്ധി തന്നെയാണ് ഈ വിഷയത്തിലും CPM-ഉം LDF-ഉം തുടരുന്നത് എന്ന് പറയാതെ വയ്യ.